സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരവരുടെ കാലയളവുകളിൽ പഞ്ചായത്തിൽ നടത്തിവന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, യാഥാർത്ഥ്യമാക്കിയ വികസന സ്വപ്നങ്ങൾ, ക്ഷേമ പദ്ധതികൾ മുതലായവ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിലൂടെ. ഇന്ന് നമുക്കൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബുവും കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തിലെ പ്രസിഡന്റായ വളപ്പിൽ റസാഖ് എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കുന്നുകര ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സൈന ബാബു ഉണ്ട്. നമസ്കാരം ശ്രീമതി സൈന ബാബു. ഇതുവരെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിൽപ്പെട്ട കുന്നുകര വില്ലേജിന്റെയും പുത്തമ്പേലിക്കര വില്ലേജിന്റെയും കരിമല്ലൂർ വില്ലേജിലും പെട്ട പ്രദേശമാണ് നമ്മുടെ കുന്നുകര പഞ്ചായത്ത്. അതുപോലെ തന്നെ ഭൂപ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് നമ്മുടേത്. ഇവിടെ ഒരു കാലത്ത് എറണാകുളം ജില്ലയിൽ തന്നെ നെല്ലിന്റെ നെല്ലറ കുന്നുകര എറണാകുളം ജില്ലയുടെ നെല്ലറയായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും കുന്നുകര കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആണ് കുന്നുകര പഞ്ചായത്തിലെ ഓരോ വർഷത്തെ പ്ലാൻ ഫണ്ടിലും ഉൾപ്പെടുത്തി നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. എല്ലാ കൃഷികളും കുന്നുകരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാ കൃഷികൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കാരണം നെല്ലും നമ്മുടെ പാടശേഖരങ്ങള്, നിലവിലുള്ള പാടശേഖരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വാഴ, കപ്പ, ചേന മുതലായ പച്ചക്കറി സമ്മിശ്ര കൃഷിയാണ് കുന്നുകര നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഒരു പഞ്ചായത്തിലെ നമ്മുടെ 13-ാം വാർഡ് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെറിയതേക്കാനം എന്ന പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിലും അവിടെ പച്ചക്കറി കൃഷി ഒരുപാട് നമ്മുടെ സംസ്ഥാന തലത്തിൽ അവാർഡ് ജേതാക്കളായുള്ള ആളുകൾ ഉൾപ്പെട്ട പ്രദേശമാണ് നമ്മുടെ പഞ്ചായത്ത്. നെൽകൃഷിക്കും എല്ലാ കൃഷികൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതുപോലെ ലൈഫ് മികച്ച പഞ്ചായത്തുകൾക്ക് നൽകി വരുന്ന സ്വരാജ് ട്രോഫി, അതുപോലെ തന്നെ മഹാത്മ പുരസ്കാരം ഒക്കെ ലഭിച്ച പഞ്ചായത്താണല്ലോ. എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചത് പറയുമ്പോൾ നമുക്ക് മുന്നുള്ള ഭരണസമിതികളും നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അവർ വന്ന പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഭരണസമിതികളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു അർബൻ പദ്ധതി, കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ലഭിക്കുകയും അതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ ഒരു നഗര അതായത് ഗ്രാമ സ്വഭാവമുള്ള പഞ്ചായത്തിനെ ഒരു നഗര സ്വഭാവമുള്ള പഞ്ചായത്താക്കാൻ കൂടി ഞങ്ങൾക്ക് സാധിച്ചു. കാരണം ഒരുപാട് ബിൽഡിങ്ങുകൾ നമ്മളെ പഞ്ചായത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ വികസനങ്ങൾ ഒരു പരിധി വരെ നടത്താൻ സാധിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ഈ അർബൻ പദ്ധതിയിലൂടെ ലഭിച്ചു. അപ്പൊ 15 കോടി രൂപയോളം നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചപ്പോൾ അത് നമ്മുടെ എല്ലാ മേഖലകളിലും, അതായത് നമ്മുടെ ഹോസ്പിറ്റല്, നമ്മുടെ ഹോമിയോ, ആയുർവേദം, ഹോമിയോ, അലോപ്പതി മുതലായ ഹോസ്പിറ്റലുകൾക്ക് നല്ല രീതിയിലുള്ള ആധുനീകരിച്ച രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാനും, അതുപോലെ നമ്മുടെ പകൽ വീട്, അതുപോലെ ബഡ്സ് സ്കൂള്, അതുപോലെ വിവിധ ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം, അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടികള്, സ്കൂൾ കെട്ടിടങ്ങള്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു. കൃഷി പ്രധാന ഉപജീവന മാർഗമാണെന്ന് പറഞ്ഞല്ലോ. ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പ്രതിസന്ധിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുന്നുണ്ടോ? കൂടാതെ വർഷകാലത്ത് പ്രളയ സംബന്ധമായ പ്രതിസന്ധികൾ എങ്ങനെയാണ് പഞ്ചായത്ത് നേരിടുന്നത്? കൃഷിക്ക് നമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഒരുപാട് ഉണ്ടെങ്കിലും സമയബന്ധിതമായി നമുക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. ചില പ്രദേശങ്ങളിൽ ഒട്ടും തന്നെ വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. നിലവിൽ ഇപ്പൊ നമുക്കൊരു കുടിവെള്ള പദ്ധതി ഉണ്ട്. മാലായിക്കുന്ന് 5-ാം വാർഡിലൊരു കുടിവെള്ള ടാങ്ക് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല.
ഇപ്പൊ നമുക്കൊരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായെങ്കിലും അതിന്റെ പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല. കിഫ്ബി പദ്ധതിയിൽപ്പെട്ട് ആണ് ആ പദ്ധതി നടപ്പിലാക്കുന്ന നമ്മുടെ MLA പി രാജീവ് അവറുകളാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ പണികൾ നടത്താനുള്ള നടപടികളിലേക്ക് വന്നിട്ടുണ്ട്. ഈ മാസം എന്തായാലും കല്ലിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ 5 വാർഡിൽ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ തൊട്ടടുത്ത പുത്തമ്പേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള ടാങ്കിൽ നിന്നാണ് നമുക്ക് ആ 5 വാർഡുകളിലേക്ക് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പകൽ വീട് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പകൽ വീട് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പകൽ വീട്ടിൽ 30ഓളം വയോജനങ്ങള് ദിവസവും 9:30 മുതൽ വൈകിട്ട് 4:30 വരെ നമ്മുടെ പകൽ വീട് പ്രവർത്തിക്കുന്നുണ്ട്. അതും പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കെയർടേക്കറെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് സാമൂഹ്യനീതി വകുപ്പും പഞ്ചായത്തും കൂടി 14,000 രൂപ പ്രതിമാസം ശമ്പളം കൊടുത്തുകൊണ്ടാണ് അവരെ അവിടെ നിയമിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മുടെ വയോജനങ്ങൾക്ക് അവിടെ അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഒരു ബഡ്സ് സ്കൂള് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ 5 സ്റ്റാഫിനെയും കൂടി അവിടെ നിയമിച്ചുകൊണ്ടാണ് ഈ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ പ്രവർത്തനവും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കൂളുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ നോൺ റോഡ് ഫണ്ട് ഞങ്ങൾ ചെലവഴിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയാണ്. വിദ്യാലയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ LKG മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു പഞ്ചായത്താണ്. അപ്പൊ അവരെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹൈടെക് രീതിയിലേക്കുള്ള സ്ഥാപനങ്ങളായി മാറ്റാൻ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതികൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? ലൈഫ് ഭവന പദ്ധതി ഞങ്ങൾ ഈ ഭരണസമിതി കയറിയതിനു ശേഷം 202 പേർക്ക് ലൈഫിലും PMAYയിലും കൂടി വീട് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ബ്ലോക്ക് ജില്ലാ ജനപ്രതിനിധികളടക്കം എല്ലാവരും സംയുക്തമായി നിന്നൊരു ടീം വർക്കിലൂടെയാണ് ഞങ്ങൾക്ക് ഈ പദ്ധതി ഇത്ര ഗംഭീരമായി ചെയ്യാൻ സാധിച്ചത്. ഒരു സ്ഥലം പഞ്ചായത്ത് വാങ്ങുകയും പ്ലാൻ ഫണ്ട് ജില്ലയുടെയും അതുപോലെ ബ്ലോക്കിന്റെയും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് 32 പേർക്കുള്ള സ്ഥലം ഒരു സ്ഥലത്ത് ഒരുമിച്ച് വാങ്ങുകയും അതിനുശേഷം 19 പേർക്ക് നമ്മുടെ മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 19 പേർക്ക് അതിൽ നിന്നും സ്ഥലം വാങ്ങാനുള്ള ഫണ്ട് ശേഖരിച്ച് ബാക്കി പോരാതെ വന്നത് നമ്മുടെ ശ്രീനാരായണ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനം നമുക്കുണ്ട്. അവരുടെ സഹകരണത്തോടു കൂടി ഏകദേശം 50 പേർക്ക് ഒരു സ്ഥലത്ത് തന്നെ 3 സെന്റ് വെച്ച് 50 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ, അതായത് സ്ഥലം വാങ്ങാനും അതിനെ തുടർന്ന് നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വെച്ച് നമ്മുടെ ബാക്കി 5.5 ലക്ഷം രൂപ വെച്ചാണ് ഒരു വീടിന് നമ്മൾ ചെലവഴിച്ചത്. അത് 4,30,000 രൂപ പഞ്ചായത്തുകളുടെ ഗവൺമെന്റ് ഫണ്ടും ബാക്കിയുള്ള വരുന്ന തുക 1.20 നമ്മൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും അതുപോലെ ശ്രീനാരായണ മെഡിക്കൽ കോളേജും എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്തു. നല്ല രീതിയിൽ 50 വീടുകളുടെയും പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ ആക്കി നമുക്ക് അവർക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. ഈ റോഡ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ജൽജീവൻ മിഷൻ പദ്ധതി വന്നത് മൂലം റോഡിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ റോഡ് ഗതാഗതം ദ്രുതഗതിയിലാണോ അവിടെ ഉള്ളത്? അത് ഒരിത്തിരി വളരെ എന്താന്ന് വെച്ചാൽ നമുക്ക് റോഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് കുന്നുകര ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയാം. കുന്നുകര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ തലങ്ങളിലും വികസനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ റോഡുകളെ സംബന്ധിച്ചുള്ള ഒരു വിഷയം വളരെ വലുതാണ്. കാരണം എല്ലാ റോഡുകളും ഞങ്ങൾ ഈ ഭരണസമിതി കയറുമ്പോൾ എല്ലാ റോഡുകളും നല്ല സഞ്ചാരയോഗ്യമായ പണിതിറങ്ങിയ റോഡുകളായിരുന്നു. എന്നാൽ ജലജീവൻ പദ്ധതി നമുക്ക് കിട്ടിയപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ കുന്നുകര ഗ്രാമപഞ്ചായത്തും കരിമല്ലൂർ പഞ്ചായത്തിന്റെയും രജിസ്ട്രേഷനുള്ള ഫണ്ട് നമുക്ക് അന്നേരം വകയിരുത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ റോഡുകളും വെട്ടിപ്പൊളിക്കുകയും അതിനെ തുടർന്ന് അത് റീറോഷൻ ചെയ്യാനുള്ള ഫണ്ട് നിലവിലില്ലാത്ത ഒരു സാഹചര്യവും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ MLAയും അതുപോലെയുള്ള നമ്മുടെ സംസ്ഥാന തലം മുതലുള്ള ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പൊ പൈസ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും പൈസ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട്, അതായത് കരാറുകാർക്ക് സമയബന്ധിതമായി പൈസ ലഭിക്കാത്തത് കൊണ്ട് പണി കുറച്ച് പെൻഡിങ്ങിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഞങ്ങളുടെ പ്ലാൻ ഫണ്ടും സമയബന്ധിതമായി ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉദ്യോഗസ്ഥരായി ചർച്ച ചെയ്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഞ്ചായത്ത് തന്നെ ഈ റോഡുകൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസമാണ് നമ്മുടെ മുമ്പിൽ ഈ വർഷത്തെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഫണ്ട് ലാപ്സാക്കാത്ത രീതിയിൽ നമുക്ക് എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണം എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതികൾ കൃത്യമായ രീതിയിലാണോ പഞ്ചായത്തിൽ നടക്കുന്നത്?
വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് 2020 നമ്മുടെ 2021 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ സ്വരാജ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നമ്മുടെ പദ്ധതി ചെലവ്, അതായത് പദ്ധതി ചെലവും നികുതി പിരിവിനും ഒന്നാം സ്ഥാനത്ത് എത്തിയത് കൊണ്ടാണ് നമുക്ക് സ്വരാജ് ട്രോഫി കരസ്ഥമാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലെ നമ്മുടെ വിവിധ ഇടപെടൽ കൊണ്ട് നമുക്ക് മഹാത്മാ പുരസ്കാരവും നേടാൻ സാധിച്ചു 2020-21. ഈ രണ്ട് പുരസ്കാരങ്ങളും നമ്മുടെ പ്രവൃത്തികളുടെ മികവ് കൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചതാണ്. നല്ല രീതിയിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാ തൊഴിലുറപ്പ് പദ്ധതിയിൽ എല്ലാ വർഷവും നമ്മൾ ടാർഗറ്റ് അനുസരിച്ച് തന്നെ നല്ല രീതിയിൽ ജില്ലയിൽ നല്ല ഒരു സ്ഥാനത്തെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഹരിതകർമ്മസേന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? വളരെ നല്ല രീതിയിൽ അത് മാലിന്യ നിർമ്മാർജ്ജന സാധ്യതകളുണ്ടോ അവിടെ? നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ 30 ഹരിതകർമ്മസേനാംഗങ്ങളാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ സജീവമായിട്ട്. കാരണം അതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 ജനപ്രതിനിധികൾ തന്നെ ഹരിതകർമ്മസേനാംഗങ്ങളാണ്. ഇവർ 3 പേരും നേതൃത്വം കൊടുത്തുകൊണ്ട് അതിലൊരു നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് കൺസോസിയേഷൻ പ്രസിഡന്റായിട്ട് ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാഹനം നമ്മൾ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് വേസ്റ്റ് എടുക്കാനായി വാങ്ങിയപ്പോൾ അതിന്റെ ഡ്രൈവർമാരായി വന്നത് നമ്മുടെ വനിതാ മെമ്പർമാരാണ്. അതായത് നമ്മുടെ 1-ാം വാർഡ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ തന്നെ 7-ാം വാർഡ് മെമ്പറും ഇതിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് അവര് തന്നെ വേസ്റ്റ് കൈകാര്യം ചെയ്യാനും വാർഡുകളിൽ നിന്ന് എടുക്കാനും എല്ലാം മുൻനിരയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഇതിൽ നല്ല നിരയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. MCFകൾ ഇപ്പൊ നിലവിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് വാടക കെട്ടിടമാണ്, ഒന്ന് പഞ്ചായത്തിന്റെ ഒരു ബിൽഡിങ്ങിലാണ്. ഇപ്പൊ 3ാമതൊരു MCFനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഈ വർഷം പ്ലാൻ ഫണ്ടിൽ വെച്ചിട്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ നമുക്ക് 100% യൂസഫിയിലേക്ക് എത്തിക്കാനും പഞ്ചായത്തിലെ മാലിന്യ മുക്തമാക്കി പ്രഖ്യാപിക്കാനും സാധിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുന്നുങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇന്ന് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും അനുഭവിക്കുന്നത് എല്ലാ അനിവാര്യ ചുമതലകളും പഞ്ചായത്തിന്റെ കീഴിലാണ്. താഴെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പഞ്ചായത്താണ് അതിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിലും ഫണ്ട് വിലയിരുത്താൻ അനിവാര്യ ചുമതലകൾ ഒരുപാട് പഞ്ചായത്തുകൾക്കുണ്ട്. എന്നാൽ പഞ്ചായത്തുകളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഇനി ഉള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കരുതേണ്ടത്. നമ്മുടെ പഞ്ചായത്തിന്റെ ആസ്തികളിൽ നിന്നുള്ള വരുമാനം പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതായിരിക്കും ഒന്നാമതായിട്ട് ഊന്നൽ കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ, സഞ്ചാരയോഗ്യമായ റോഡുകൾ ഇനിയും നമുക്ക് ഒരുപാട് എത്താനുണ്ട്. അതും നമ്മൾക്കൊരു മുൻഗണനയായിട്ട് കൊടുക്കാം. അതുപോലെ മാലിന്യ മുക്ത പഞ്ചായത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് അസുഖങ്ങൾ ഇന്ന് മാലിന്യങ്ങളിലൂടെ നമ്മൾ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതെല്ലാം മുക്തമായ ഒരു പഞ്ചായത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിലേക്കാകാനും അതുപോലെ തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വയോജന സൗഹൃദ പഞ്ചായത്തുകളാക്കി തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും നമ്മൾ ഇടപെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ ഒരു വയോജന ക്ലബ്ബുകൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ച് ഒരു വയോജന സംഗമം നമ്മൾ സംഘടിപ്പിച്ചു. പിന്നെ രാജ്യത്തിലെ ഏകദേശം 23% വയോജനങ്ങളാണ് ഇപ്പൊ നിലവിൽ. അപ്പൊ അവരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് അവരെയും കൂടി നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുകൂടി പഞ്ചായത്ത് ആഗ്രഹിക്കുന്നു. സൈന ബാബുവാണ് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി സൈന ബാബു.